നമ്മൾ ആദ്യം മേടിച്ച താറാവിന്റെ കഥ കുറെ പേര് ചോദിച്ചു. ഒരു പ്ലാനും ഇല്ല നമ്മൾ മേടിച്ച താറാവാണ് ആദ്യ താറാവ്. ഒരു 14,000 രൂപയ്ക്ക് മീൻ ഷോപ്പ് ചെയ്യുന്ന അവിടെ കിടന്ന ഒരു താറാവിന് ഒരു കോഴിക്കുഞ്ഞ് അങ്ങോട്ട് പൊക്കി. താറാവും കോഴിക്കുഞ്ഞ് ഒന്നിച്ച് പൊക്കോളും എന്നുള്ള ചേട്ടന്റെ ഉറപ്പിലാണ് നമ്മളിത് കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേ രണ്ടുപേരും നല്ല കമ്പനി ആയി കേട്ടോ. ഒന്നിച്ച് തീറ്റയൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടെ അവർ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ താറാവിന് വേണ്ടി മാത്രം നമ്മുടെ പിള്ളേർ അതിനൊരു കുളം സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ താറാവ് മാത്രമാണ് ഞാൻ നീന്തിക്കൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ മാത്രം നീന്തുമെങ്കിലും നമ്മുടെ കോഴിക്കുഞ്ഞിന്റെ ഫുൾ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. പുളി കഴിയുന്നവരെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ സപ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചോറൊക്കെ വേവിച്ചു കൊടുത്തു. നല്ല അടിപൊളി ഫുഡെല്ലാം കൊടുത്താണ് അവരെ വളർത്തിയത്. കൊണ്ട് ഞാൻ 2 മാസം കൊണ്ട് ഇതിന്റെ ഇത്ര മുഴുപ്പായിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ തന്നപ്പോഴേ പറയാം നല്ല മുഴുപ്പിക്കാൻ താറാവിനും കോഴിക്കും നല്ലപോലെ മുഴുപ്പ്. വലുതാകുമ്പോൾ താറാവും കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പിരിക്കുന്ന നമ്മളോർത്ത്. പക്ഷെ ഇപ്പോഴും ഒരു കമ്പനിയാണ്. എന്നാലും താറാവിന് നീന്താ വെച്ച് കമ്പനിയൊക്കെ ഉണ്ടോ 2 പുതിയ താറാക്കുഞ്ഞുങ്ങളെ മേടിച്ചു കൊടുത്തില്ല. അവരെ വല്ല കമ്പനിയൊന്നുമില്ല. കാരണം കൊണ്ടിട്ടപ്പോഴും അവരെ കൊത്തുവൊക്കെ ചെയ്യും. താറാവിന് നീന്താ വെച്ച് കമ്പനിയൊക്കെ ആയിക്കോട്ടെ വന്ന് മേടിച്ചു കൊടുത്താണ്. പക്ഷെ അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവർക്ക് ആ പഴയ കോഴി തന്നെ മതി. അങ്ങനെ 2-2.5 മാസമായപ്പോൾ തന്നെ പുതിയ പൂടയും നല്ല ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇത്രയും പെട്ടെന്ന് വലുതാണ് താറാവ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടേ പറയണേ. താറാക്കൾ കുറച്ച് കഴിയുമ്പോൾ കമ്പനി ആവുന്ന ഓർത്ത് ഇപ്പോഴും അവർ വഴക്കാൻ കേട്ടോ. പക്ഷെ എന്നാലും താറാവ് വലുതായിട്ട് നമുക്ക് സന്തോഷം. മറ്റേ താറാവുകളെ അണ്ണൻ ചെയ്യുന്ന മേടിച്ചു. അവർ ഈ പറയുന്ന പോലെ 2 മാസം കൊണ്ട് വലുതായൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബാക്കി നാളെ.